Hello friends, stock market ലവേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു വെരി ക്വിക്ക് റിവ്യൂ. നിഫ്റ്റി ക്ലോസ് ചെയ്തത് 15,163 10 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടി. സെൻസെക്സ് ക്ലോസ് ചെയ്തത് 51,544 12 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത് 36,108 356 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. നിഫ്റ്റിയുടെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 15,173 ആൻഡ് ഇന്നത്തെ ഓപ്പണിംഗ് 15,186. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. ഡേ ഹൈ വെൻറ്റ് അപ്പ് ടു 15,243 ഓൺലി. ഡേ ലോ വാസ് 15,081 ആൻഡ് 10 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട് 15,163 ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നിഫ്റ്റിയിൽ കുറച്ച് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ICICI ബാങ്ക്, ഇൻഫോസിസ്, HDFC, അദാനി പോർട്സ്, HDFC ബാങ്ക്. അതേസമയം സ്റ്റോക്സിനെ ഡ്രാഗ് ചെയ്യിപ്പിച്ചത് ITC, റിലയൻസ്, ടൈറ്റൻ കമ്പനി, ഭാരതി എയർടെൽ, HUL. ആൻഡ് ഇന്ന് നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുള്ളത് വെരി സ്മോൾ ബുള്ളിഷ് ക്യാൻഡിലാണ്. നെക്സ്റ്റ് ഈസ് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിയുടെ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 35,752 ആൻഡ് ഇന്നത്തെ ഓപ്പണിംഗ് 35,736. സെയിം ഫ്ലാറ്റ് തന്നെയായിരുന്നു. ഡേ ഹൈ വെൻറ്റ് അപ്പ് ടു 36,322. ഡേ ലോ വാസ് 35,700 ആൻഡ് 356 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് 36,108 ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഐ മീൻ ബാങ്ക് നിഫ്റ്റി. ആൻഡ് ഇന്ന് ഫോം ചെയ്തിട്ടുള്ളൊരു നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. ആൻഡ് ഇന്ന് സ്റ്റോക്ക് ശരിക്കും പുള്ളപ്പ് ചെയ്യിപ്പിച്ചത് ICICI ബാങ്ക്, HDFC, ആക്സിസ് ബാങ്ക്, SBI, ബന്ധൻ ബാങ്ക്. അതേസമയം കുറച്ച് പുൾ ഡൗൺ ചെയ്യിച്ച സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ കോട്ടക് മഹീന്ദ്ര, IDFC, ഫസ്റ്റ് ബാങ്ക്, RBL ബാങ്ക്, ഫെഡറൽ ബാങ്ക്. നിഫ്റ്റി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർണിംഗ് സെഷനിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് വെരി സൂൺ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ കാണാൻ സാധിച്ചു. ആൻഡ് ഇറ്റ്സ് കണ്ടിന്യൂഡ്. ഓക്കെ. ആൻഡ് ലാസ്റ്റ് കപ്പിൾ ഓഫ് അവേഴ്സ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈലി വോളറ്റൈലായിരുന്നു മാർക്കറ്റ്. സോ അവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡെക്സ് ഭയങ്കര ഡൗൺ ആയിപ്പോയി. പിന്നെ വീണ്ടും അവിടുന്ന് ഒരു റീകൂപ്പ് നടത്തുകയായിരുന്നു. ആൻഡ് ഇന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രാഗ് ചെയ്യിപ്പിച്ചത് നിഫ്റ്റിനെ FMCG, മെറ്റൽ, ഫാർമ സ്റ്റോക്സ് ഇവരൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല അവരെ സംബന്ധിച്ചിടത്തോളം. അതേസമയം കുറച്ചൊക്കെ പെർഫോം ചെയ്തിട്ടുള്ളത് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടേഴ്സ് ആയിരുന്നു. ആൻഡ് ഇന്ത്യ വിക്സ് ഇന്ന് ഡൗൺ ആയിട്ടുള്ളത് 4.33% ആണ്. 23 പോയിൻറ്റിൽ നിന്ന് 22 പോയിൻറ്റ് ലെവലിലോളം ഫെല്ലായിട്ടുണ്ട്. വെരി ഇൻട്രസ്റ്റിംഗ്ലി ആക്ച്വലി നിഫ്റ്റി കഴിഞ്ഞൊരു 2-3 സെഷൻ, അത് ഓൾമോസ്റ്റ് ഒരു 5 ട്രേഡിംഗ് സെഷൻസ് ഒരു നാരോ ട്രേഡിംഗ് റേഞ്ചാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. സോ ഒരു ഇൻറ്റൻസീവ് ഫോർമേഷനാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഭൂരിഭാഗവും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ കെയർഫുള്ളായിട്ട് ഇരിക്കേണ്ട സമയം തന്നെയാണ്. ഓക്കെ ഫ്രണ്ട്സ്, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ മാർക്കറ്റ് ക്യാൻ ഒരു ബ്രേക്ക് ഔട്ട് തരും. ഓക്കെ, അത് ഇറ്റ് ക്യാൻ ബി ഡൗൺ സൈഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓഫ്കോഴ്സ് അപ്പ് സൈഡ് ആയിരിക്കാം. സോ എന്തായാലും ഓക്കെ, കോൺഷ്യസ് ആയിട്ടിരിക്കേണ്ട, വളരെ കോൺഷ്യസ് ആയിട്ടിരിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങളുടേതാണ്. ഓക്കെ, ഡോണ്ട് ലൂസ് ദാറ്റ്. ഫ്രണ്ട്സ്, ടെക്നിക്കൽ വ്യൂ പ്രകാരം ഇഫ് ഇൻഡെക്സ് ക്യാൻ ക്ലോസ് അബോവ് 15,250 ആ ഒരു ലെവലിന് മുകളിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു 15,500 600 ആ ഒരു ലെവലിലേക്കുള്ളൊരു പാത്ത് ശരിക്കും ഓപ്പണായി കിട്ടും. ഓക്കെ, അതേസമയം 15,000 താഴെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓക്കെ ഒരു ഡൗൺ സ്വിങ്ങിനുള്ള എല്ലാ ചാൻസസും അതിൽ കാണുന്നുണ്ട്. അപ് ടു 14,500 ലെവൽസ് വരാം. അതേസമയം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഷുഡ് ഹോൾഡ് അബവ് 36,000 ആ ഒരു മാർക്ക് ഹോൾഡ് ചെയ്യണം. ആൻഡ് എന്നാൽ മാത്രം ഒരു 36,500 ആൻഡ് 36,600 ആ ഒരു ലെവലിലേക്ക് ആ ഒരു സുഗമമായിട്ടുള്ളൊരു പാത്ത് ഓപ്പണായി കിട്ടുള്ളൂ. അതേസമയം സപ്പോർട്ടായിട്ടും ഫസ്റ്റ് കാണാൻ കഴിയുന്നത് 35,700 സെക്കൻഡ് ഈസ് 35,500. ഇന്ന് ബുള്ളിഷായിട്ടുണ്ടായിരുന്ന സെറ്റപ്പ് കാണാൻ കഴിഞ്ഞ കുറച്ച് സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ മദർസൺ സുമി, കണ്ടെയ്നർ കോർപ്പറേഷൻ, പിരമൽ എൻ്റർപ്രൈസസ്, M&M, മുത്തൂറ്റ് ഫിനാൻസ്, ICICI ബാങ്ക്, റിലയൻസ്, ഇൻഫോസിസ്, ആക്സിസ് ബാങ്ക്, HDFC അങ്ങനെ. അതേസമയം വീക്ക്നെസ് കാണാൻ കഴിഞ്ഞത് ഡെഫിനറ്റ്ലി ITC, ബോഷ്, ONGC, ഭാരതി എയർടെൽ, ടൈറ്റൻ, JSW അങ്ങനെ ഒത്തിരി സ്റ്റോക്കുകളുണ്ടായിരുന്നു. FIISDIISDATA ട്രേഡേഴ്സ് FIISനെ സംബന്ധിച്ചിടത്തോളം വെരി സർപ്രൈസിംഗ്ലി ആഫ്റ്റർ വെരി ലോങ് ടൈം ഇന്നാൾ ഇതുപോലെ കുറച്ച് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതായത്
ഇന്ന് FIISൻ്റെ ഭാഗത്തു നിന്ന് ഒരു ബൈങ് ഉണ്ടായിട്ടില്ല. അതേസമയം ഒരു 37 crores ഒരു സെൽ ഓഫാണ് FIIS നടത്തിയിട്ടുള്ളത്. സംതിങ് ഫിഷി സ്മെല്ലിങ്. ഓക്കെ, അതുകൊണ്ടാണ് കെയർഫുൾ ഗൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് DISൻ്റെ ഭാഗത്തു നിന്ന് 597 crores സെൽ ഓഫ്. ട്രേഡേഴ്സ്, ഇന്നത്തേക്ക് ഇത്ര മാത്രം. ഇതൊരു ക്വിക്ക് ക്യാപ്സ്യൂൾ വീഡിയോ ആയിരുന്നു. ആൻഡ് മൺഡേക്ക് ട്രേഡ് എടുക്കാൻ പറ്റിയ കുറച്ച് നല്ല ഇൻട്രാഡേ സ്റ്റോക്സും നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽ വ്യൂവുമായിട്ട് ഞാൻ സൺഡേ വീണ്ടും വരാം. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ പ്ലീസ് റിക്വസ്റ്റാണ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ, ഷെയർ ഇറ്റ്. മണി എന്തായാലും അടിച്ചോളാം. ടിങ് ടിങ്. ഹാപ്പി വീക്കെൻഡ്. ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്.